ആന്റി ഏജിങ്. ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആന്റി ഏജിങ് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് സാധിക്കും. അതായത് കാണുമ്പോൾ കുറച്ചും കൂടി യങ്ങർ ആവാനും ഫിസിക്കലി കുറച്ചും കൂടി സ്ട്രോങ് ആവാനും സാധിക്കും. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കീപ് യുവർ ബോഡി ഓൾവേസ് ആക്റ്റീവ്. അതായത് നമ്മൾ നമ്മുടെ ബോഡി ആക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ട്രാഷിൽ, അതായത് ഒരു വണ്ടി ഉപയോഗിക്കാതെ ഒരു ട്രാഷിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ടി തുരുമ്പൊക്കെ പിടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാവും. ഈ സെയിം അവസ്ഥ തന്നെയാണ് നമ്മുടെ ബോഡിക്കും. നമ്മളതിനെ ആക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. സോ ഓൾവേസ് കീപ്പ് അവർ ബോഡി ആക്റ്റീവ്. നമുക്ക് വാക്കിങ്ങോ വെയിറ്റ് ലിഫ്റ്റിങ്ങോ ജിമ്മോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്ത് ഡെയിലി നമ്മുടെ ബോഡി ആക്റ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഡയറ്റാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോസസ്ഡ് ഫുഡ്സും ഷുഗറും അതേപോലെ പാക്ഡ് ഫുഡ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ വാരി വലിച്ച് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഗട്ട് ഹെൽത്ത് കംപ്ലീറ്റ്ലി മോശമാവുകയും ചെയ്യും. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ന്യൂട്രിയൻസോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടാനായിട്ട് പോകുന്നില്ല. ആൻഡ് ദിസ് വിൽ ആഡ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഓൾസോ ടു അവർ ബോഡി. അത് നമ്മുടെ ഏജിങ് കുറച്ചും കൂടി ഫാസ്റ്റ് ആവാനായിട്ട് കാരണമാകും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, ഡെയിലി ആവശ്യമുള്ള പ്രോട്ടീൻ ഇൻടേക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ന്യൂട്രിയൻസും വിറ്റാമിൻസും നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമതെന്ന് പറയുന്നത് സ്ലീപ്പാണ്. ഒരു 6 to 8 hours എങ്കിലും പ്രോപ്പറായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡി റിക്കവർ ആവുന്നത്. മാത്രമല്ല പ്രോപ്പറായിട്ട് ഉറങ്ങുന്ന ആൾക്കാർക്ക് സ്കിൻ ഹെൽത്ത് കുറച്ചും കൂടി ബെറ്റർ ആവാനും സ്കിൻ കുറച്ചും കൂടി ഗ്ലോ ആവാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യങ്ങറായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിലും യങ്ങറായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന 3 ടിപ്സും തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക.